പാലക്കാട് മണ്ണാർക്കാട് പാറയിൽ കുടുങ്ങിയ കുട്ടികളെ രക്ഷിച്ചു. തച്ചനാട് സ്വദേശികളായ 3 പേരാണ് കുടുങ്ങിയത്. പാറയുടെ മുകളിൽ നിന്നും ഫ്ലാഷ് ലൈറ്റും കൂക്കിവിളിയും ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വനം വകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് കുട്ടികളെ താഴെ ഇറക്കിയത്. ഇക്ബാൽ അറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറയ്ക്കൽ, പണ്ട് പാലക്കാട് ഒരു മലയിൽ ഒരാൾ ബാബു കുടുങ്ങിയിരുന്നു. അത് വലിയ വാർത്തയായി മാറുകയും ചെയ്തു. എപ്പോഴാണ് ഈ കുഞ്ഞുങ്ങൾ മല കയറിയത്? എന്താണ് ഈ കുട്ടികൾക്ക് സംഭവിച്ചത്? തിരിച്ചിറങ്ങാൻ വഴി തെറ്റിപ്പോയോ? ഇപ്പോൾ അവരെ പൂർണ്ണമായും രക്ഷിച്ചെടുക്കാൻ സാധിച്ചോ? അരുൺകുമാർ, അതായത് ഇന്ന് വൈകിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. മണ്ണാർക്കാട് തത്തേങ്കലത്തുള്ള കല്ലമ്പാറയിലേക്കാണ് ഈ 3 അംഗ സംഘം കയറുന്നത്. ഇവർ കയറുമ്പോൾ വലിയ രീതിയിൽ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കല്ലമ്പാറയ്ക്ക് മുകളിലേക്ക് എത്തിയ സമയത്ത് മഴ പെയ്യുന്നു, പിന്നീട് ഇരുട്ട് നിറയുന്നു. അങ്ങനെ ഇവർക്ക് താഴേക്ക് ഇറങ്ങാനുള്ള വഴി അറിയാതെ ആ മലയ്ക്ക് മുകളിൽ തന്നെ, അല്ലെങ്കിൽ ഈ കല്ലമ്പാറയ്ക്ക് മുകളിൽ തന്നെ കുടുങ്ങി പോവുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഇവരുടെ കയ്യിൽ മൊബൈൽ ഫോണുകൾ ഉണ്ടായിരുന്നു. ആ മൊബൈൽ ഫോണുകളുടെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി താഴേക്ക് അടിക്കുകയും പിന്നീട് ഒച്ചയുണ്ടാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നിലവിളിച്ചതോടുകൂടിയാണ് ആളുകൾ ഇവർ ഇത്തരത്തിൽ ഈ മലയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന വിവരം നാട്ടുകാർ അറിയുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുന്നു. വനവകുപ്പ് ഉദ്യോഗസ്ഥർ സൈലന്റ് വാലി മേഖലയിൽ നിന്നും അതുപോലെ തന്നെ തത്തേങ്കല മേഖലയിൽ നിന്നും ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ മല കയറി അല്പസമയം മുമ്പ് ഇവരുടെ സമീപത്തേക്ക് എത്തി. ഇപ്പോൾ ഈ 3 അംഗ സംഘത്തെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. തച്ചനാട്ട് സ്വദേശികളായിട്ടുള്ള 3 അംഗ സംഘമാണ് ഇത്തരത്തിൽ ഈ കല്ലമ്പാറയിലേക്ക് കയറിയത് എന്നുള്ളതാണ് ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത്. ഏതായാലും 3 പേരെയും ഇപ്പോൾ സുരക്ഷിതമായി താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. ഈ കല്ലമ്പാറ മല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാറ എന്ന് പറയുന്നത്, അതൊരു നിരോധിത മേഖലയാണ്. അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും ഫോറസ്റ്റ് അല്ലെങ്കിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. താങ്ക് യു. എന്തായാലും ആ കുട്ടികൾ ആ സമയത്ത് ഫ്ലാഷ് ലൈറ്റ് അടിച്ചതും അവർ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശബ്ദം ഉയർത്തിയതും കൊണ്ട് ശ്രദ്ധയിൽപ്പെടാനായി, അല്ലെങ്കിൽ രാത്രിയിൽ അവർ അവിടെ കുടുങ്ങിപ്പോകുമായിരുന്നു. എന്തായാലും 3 പേരും ഇപ്പോൾ സുരക്ഷിതരാണ്.